നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു ദിവസം ഒരു തവണയെങ്കിലും അർച്ചന കുഞ്ഞിനെ എടുക്കണം, ലാളിക്കണം. കുഞ്ഞ് അമിതമായി കരയുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും. അതല്ലാതെ മറ്റൊരു മരുന്നില്ല. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളിൽ സ്വാധീനമുണ്ടാകാൻ സാധിക്കും. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ കുഞ്ഞിനെ സന്തോഷപ്പെടുത്താനാവും. പിന്നെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു അർച്ചനയ്ക്ക് മക്കളില്ലെന്ന്. അങ്ങനെയുള്ള അർച്ചന ഒരു കുഞ്ഞിനെ സ്വന്തമായി കൈ കിട്ടിയപ്പോൾ കുഞ്ഞിനോടുള്ള മുഴുവൻ സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയേക്കാൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയും പല പോറ്റമ്മമാർക്കും. അപ്പോ അമ്മയായി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോറ്റമ്മയെ ജീവിക്കണോ? അവരുടെ സഹായം ഇല്ലാതെ എന്റെ കൊച്ചിനെ എനിക്ക് വളർത്താനാവില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? ഏയ്, അങ്ങനെയല്ല. കുഞ്ഞിന്റെ ഈ പ്രായം കഴിയുന്നവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അമ്മ ആരാണെന്നോ വല്യമ്മ ആരാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായി ഇപ്പൊ കുഞ്ഞിൻ്റെത്. തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന പ്രായമാവുമ്പോൾ അതൊക്കെ മാറും. അതുവരെ ഈ പറയുന്ന അർച്ചനയുടെ സാമീപ്യം കുഞ്ഞിന് ആവശ്യമേ വരും. ആ സാമീപ്യം മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഒരമ്മ മകൾ ബോണ്ട് അർച്ചനയും കുഞ്ഞും തമ്മിലാണ്. ഒരു ദിവസം ഒരു തവണയെങ്കിലും അർച്ചന കുഞ്ഞിനെ എടുക്കണം, ലാളിക്കണം. കുഞ്ഞ് അമിതമായി കരയുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും. അതല്ലാതെ മറ്റൊരു മരുന്നില്ല. ആഹാ, ഇത് ആരൊക്കെയാ? വാ മാഷേ, ഇതാ അച്ഛമോള് വന്നിരിക്കുന്നു. സുഖാണോ അമ്മേ? സുഖായിരിക്കുന്നു. വാ മക്കളെ, അകത്ത് വാ. മാഷേ, മോളെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? ഇങ്ങോട്ട് വരണമെന്നും നിങ്ങളൊക്കെ കാണണമെന്നും തോന്നിയപ്പോ വന്നു, അത്രേ ഉള്ളൂ. അവിടെ മോളെ, സുഖാണോ നിനക്ക്? നാളെ മുതൽ കുറച്ചു ദിവസത്തേക്ക് സ്കൂളിൽ പോണ്ട, അതുകൊണ്ട് നല്ല സുഖം. അനുപെണ്ണ മീരെടുത്ത് എവിടെ അമ്മേ? അവരകത്തുണ്ട്. മോളെ, അച്ഛനോട് പറ അച്ഛൻ്റെ ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ചെല്ല്. അനുപേട്ടനിപ്പോ എങ്ങനെയുണ്ട്? നടക്കാറായില്ല. അടുത്തയാഴ്ച ഇനി ആശുപത്രിയിൽ പോകണം. അനുപേട്ട, അവിടെ ഇരിക്കാം. വേദന കുറവുണ്ട് അനുപേട്ട? കാല് തറയിൽ ഉറപ്പിക്കുമ്പോ കുറച്ച് വേദനയുണ്ട്. നിങ്ങള് വെറുതെ വന്നതാണോ അതോ? ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. ഹോസ്പിറ്റലിൽ നിന്നോ? അവിടെ എന്താ? മോക്ക് വയ്യാതെ കൊണ്ടുപോയതാ.
അവള് ഭയങ്കര കരച്ചിലായിരുന്നു. അർച്ചന എടുത്തപ്പോഴാ അവള് കരച്ചിൽ നിർത്തിയത്. അപ്പൊ ആതിര ഒന്നും പറഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞു. നിങ്ങൾ ചേച്ചിയുടെ അനിയത്തിയുടെയും പ്രശ്നം നിങ്ങളായിട്ട് തന്നെ പരിഹരിക്കട്ടെ എന്ന് കരുതിയ ആരും അങ്ങോട്ട് വരാതിരുന്നത്. സച്ചി, അവള് കൂടുതൽ അഹങ്കാരം കാണിക്കുകയാണല്ലേ. സന്ദീപിനോട് 2 പൊട്ടിച്ചേക്കാൻ പറയണം. അതിന് അവനെ ഇവിടെ ആരും കുറ്റം പറയില്ല എന്ന് പറഞ്ഞേക്കും. എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ അച്ചു അവള്? കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തരത്തിൽ ഇടപെടാൻ അർച്ചനെ ആതിര സമ്മതിക്കുന്നില്ല. എല്ലാം അവള് നോക്കിക്കൊള്ളാന്നാ പറയുന്നത്. എന്നാ പിന്നെ എല്ലാം അവള് തന്നെ നോക്കട്ടെ. അവിടെ വെറുതെ ഇരിക്കല്ലേ അവള്? ഈ പെൺകൊച്ചിന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നാ. അവള് കുഞ്ഞിനെ എടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ എടുക്കണ്ട. നീ എന്താ അനൂപേ ഈ പറയുന്നത്? അവൾ എടുക്കണ്ടെന്ന് പറഞ്ഞ ഉടനെ അച്ചുവിനത് പറ്റുമോ? ഇവളുടെ അനിയത്തിയല്ലേ ആതിര? ആ ബോധം അവക്കും വേണം. അവളുടെ കുഞ്ഞിനെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും അച്ചു അത് വകവയ്ക്കാതെ ചെന്നെടുത്തിട്ടേ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? അത് അച്ചുവിന് വിഷമം ഉണ്ടാക്കുന്നു മാത്രമല്ല, പിന്നെ ഒരു പിണക്കത്തിന് അത് മതി. ഇതിപ്പോ അവള് ചിലപ്പോ വാശിപ്പുറത്ത് വല്ലതും ഒക്കെ പറയുന്നതായിരിക്കും. വാശിപ്പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അവള് പറയുന്നത്. ഏടത്തിയോട് ഒരു കാര്യം കൂടി പറയണമായിരുന്നു. എന്നെ കൊണ്ട് കുഞ്ഞിന്റെ ഒരു കാര്യവും ചെയ്യിക്കുന്നില്ല അവള്. അവൾക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കാനും പറ്റില്ല. അന്ന് അമ്മ പറഞ്ഞ പോലെ കുറച്ചു ദിവസം ഏടത്തിക്ക് അങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ? മോൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതാ. നീ പോണെങ്കി പോ. എനിക്കിവിടെ സഹായത്തിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. നീ പോയി അവിടെ ചെന്ന് കുറച്ചു ദിവസം നിൽക്കും മീരെ. അവസ്ഥ ഇതായി പോയില്ലേ? അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ പോവുകയും ചെയ്യാം. എന്റെ മുന്നിൽ ഇതുപോലെ വല്ലതും അവള് കാണിച്ച മീരയുടെ തനി ഗുണം അവള് കാണും. ഓഹ്, ഞാനും വരാം നിന്റെ കൂടെ. എടി, നീ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. നീ പ്രശ്നം ഉണ്ടാക്കാനല്ല, ഉണ്ടായ പ്രശ്നം പരിഹരിക്കാനാണ് നിന്നെ അങ്ങോട്ട് വിടുന്നത്. അതൊക്കെ എനിക്കറിയാം. ഇന്നിനി പോണോ മോനെ? ഇത്രയും രാത്രിയായ സ്ഥിതിക്ക്? അല്ല, ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായി. അച്ഛനത് കഷ്ടപ്പെട്ട് പറയണ്ട. ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.